ഇപ്പോൾ കാശ്മീരിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് ജമാഅത്തെ ഇസ്ലാമി അംഗീകരിച്ചിട്ടില്ല. മുംബൈ ഭീകരാക്രമണത്തിൽ ദുരൂഹത എന്താ ദുരൂഹത? ഈ പാകിസ്ഥാൻകാരായിട്ട് വന്ന ആളുകൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻകാരല്ല, അത് താടി വെച്ച RSSകാരായിരുന്നു എന്ന രീതി. കൂടുതൽ മതമാറ്റം പ്രോത്സാഹിപ്പിക്കാനും ഹിന്ദു സ്ത്രീകൾ ഒരുപാട് പേര് ഇനി ഇസ്ലാമിലേക്ക് വരാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഞമ്മൻ്റെ സ്ഥാനാർത്ഥിയെ ഈ വെൽഫെയർ പാർട്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം. ന്യായമായിട്ട് തന്നെ തോക്കാനുള്ള സംവിധാനമൊക്കെ LDFൻ്റെ കയ്യിലുണ്ട്. ഭരണത്തിൻ്റെ ഗുണം കൊണ്ടും നവകേരള സദസ്സ് നടത്തി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണക്ക് വരെ ചാലക്കുടിയിൽ മത്സരിച്ചെങ്കിൽ 2019 കോൺഗ്രസ് ഇത്ര വലിയ പരാജയം ഉണ്ടാവില്ല. UDF ഭരിക്കുമ്പോൾ മുസ്ലിം ലീഗിനും മുസ്ലിം സമുദായത്തിനുള്ളൊരു വലിയ മേൽക്കൈ ഉണ്ടല്ലോ, അത് ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് കിട്ടുകയില്ല. ജമാഅത്തെ ഇസ്ലാമി ഒന്നും അല്ലല്ലോ ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണ്? സർക്കാരിൻ്റെ ഭരണപരാജയമാണ്, കെടുകാര്യസ്ഥതയാണ്, അഴിമതിയാണ്, മന്ത്രിമാരുടെ പിടിപ്പില്ലായ്മയാണ്, ശബരിമല സ്വർണ്ണക്കുള്ള പോലെയുള്ള വിഷയങ്ങൾ. UDF വോട്ടിയാൽ വിഷമമുള്ള ആളുകൾ BJP കൂട്ടി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളം വളരെ സുപ്രധാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്. പല വിഷയങ്ങളും ചർച്ചയാകുന്നുണ്ട്. എങ്കിലും ജമാഅത്തെ ഇസ്ലാമി വലിയൊരു ചർച്ചയുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെയും അതുപോലെ തന്നെ UDFനെയും ഇത് പ്രതിരോധത്തിലാക്കുമോ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ സാഗൂതം വീക്ഷിക്കുന്നൊരു കാര്യം. അതിന് തക്കതായ കാരണങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം സർ, ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്ര നിലപാടുകൾ, മതരാഷ്ട്രവാദം, ഇതൊക്കെ കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷേ അന്നൊക്കെ വളരെ വലിയ രീതിയിൽ അവർ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു വശത്ത് അല്ലെങ്കിൽ മറ്റൊരു വശത്ത് അവർ അറ്റാച്ച്ഡായി കിടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വിഷയം വളരെ സജീവമായി ചർച്ചയാക്കാനുള്ള ശ്രമമാണ് ഇടതുപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അണികളുടെ ഭാഗത്തു നിന്നോ നടക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ചർച്ചയായിരിക്കും ഇത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിലവിലെ സാഹചര്യത്തിൽ എന്നാണ് അങ്ങ് കരുതുന്നത്? എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? അല്ല, ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ജമാഅത്തെ ഇസ്ലാമി എന്താണ്, അവരുടെ നയസമീപനങ്ങൾ എന്താണ്, അവരുടെ രാഷ്ട്രീയ ആദർശം എന്താണ്, അതിൻ്റെ അടിത്തറ എന്താണ്, ഇതിന് കേരളത്തിൽ എന്തുമാത്രം ജനപിന്തുണയുണ്ട് എന്നുള്ളതൊന്നും ജനസാമാന്യത്തിന് അറിയില്ല. സാധാരണക്കാർക്ക് അറിയില്ല എന്തോ ഒരു സംഘടന എന്നുള്ളതല്ലാതെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ പറയത്തക്ക ധാരണയൊന്നും ഈ സംഘടനയെക്കുറിച്ചില്ല. മുസ്ലിം സമുദായത്തിൽ തന്നെ ഒരു സൂക്ഷ്മ ന്യൂനപക്ഷത്തിന് മാത്രമേ ഈ സംഘടനയിൽ അംഗത്വമുള്ളൂ, അതിൻ്റെ ആദർശങ്ങളോട് അനുഭാവമുള്ളൂ. പക്ഷേ ബഹുഭൂരിപക്ഷത്തിന് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. ഇവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, അവരുടെ ആദർശം എന്താണ്, അവർ ഏത് രീതിയിലാണ് ഇത് പ്രചരിപ്പിക്കുന്നത്, അവർ ഏത് രീതിയിലാണ് പൊതുസമൂഹത്തിൽ പിടിമുറുക്കുന്നത്, ഇത് വന്നാലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് ആളുകൾക്ക് പൊതുവേ ധാരണയില്ല, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ധാരണയില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ നാട്ടിൽ അത്ര വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുമല്ല. അതിൻ്റെ പ്രവർത്തകരൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഉള്ള ആളുകൾ വലിയ ആത്മാർത്ഥതയുള്ളവരും ഇതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരുമാണ്. ആശയപരമായിട്ട് ആദർശപരമായിട്ടുള്ള ഒരു ദാർഢ്യം അതിനുണ്ട്. മുസ്ലിം ലീഗ് പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമുദായ സംഘടന പോലെയോ രാഷ്ട്രീയ പാർട്ടി പോലെയുള്ള ഒരു സംഭവമല്ല. അതിൽ ആളുകൾ കുറവാണെങ്കിലും അതിൻ്റെ ഫലം അല്ലെങ്കിൽ അതിൻ്റെ ബലം വളരെ കൂടുതലാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്ത് ഒന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഇതിൻ്റെ ആദർശം എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതമല്ല, അതിനേക്കാൾ ഉപരി ഒരു രാഷ്ട്രീയ ആദർശവും കൂടി ഉൾച്ചേർന്നതാണ്. ഹുക്കുമത്തെ ഇലാഹി അഥവാ ദൈവിക ഭരണം പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ സിദ്ധാന്തം. അപ്പോൾ ഈ ദൈവിക ഭരണം അഥവാ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞ സംഗതി അതിപ്പോൾ ഇറാനിൽ നമ്മൾ കാണുന്ന പോലത്തെ ഒരു തിയോക്രസി ആയിരിക്കും. ഓക്കെ. അത് ഇറാനിലെ ജനാധിപത്യമുണ്ട്, വോട്ടവകാശമുണ്ട്, ആളുകൾക്ക് വോട്ട് ചെയ്യാം, തിരഞ്ഞെടുക്കപ്പെട്ട നിയമനിർമ്മാണ സഭയൊക്കെ ഉണ്ട്. പക്ഷേ നിയമനിർമ്മാണ സഭയുടെ തീരുമാനങ്ങൾക്ക് മീതെ അവിടെ നടപ്പാക്കപ്പെടുന്നത് അതിൻ്റെ പരമോന്നത നേതാവുണ്ട്. അത് നേരത്തെ അയത്തുള്ള ഖൊമേനിയായിരുന്നു, ഇപ്പോൾ ഖമീനിയാണ്. ആ നേതാവിൻ്റെ തിരുവിഷ്ടത്തിന് വിപരീതമായിട്ട് പ്രധാനമന്ത്രിക്കോ പ്രസിഡൻറ്റിനോ പാർലമെൻറ്റിനോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സംവിധാനമാണ്. ശരിക്കുള്ള ലക്ഷണമൊത്ത തിയോക്രസിയാണ്, അല്ലെങ്കിൽ മതാധിഷ്ഠിത ഭരണം, മതഭരണമാണ് ഇറാനിലുള്ളത്. ഇറാനിലെ പോലെയുള്ള ഒരു മതഭരണമാണോ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. ഏതാണ്ട് അതുപോലത്തെ ഒരു സംവിധാനമായിരിക്കണം അവർ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.
അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനം ഇതിപ്പോൾ ഇന്ത്യയിൽ മാത്രമുള്ളൊരു സംഭവമല്ല, പാകിസ്ഥാനിലുമുണ്ട്, അതെ. ബംഗ്ലാദേശിലുണ്ട്, കാശ്മീരിൽ വേറെ ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്. അപ്പോൾ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ആകമാനം ജമാഅത്ത് ഇസ്ലാമി ഉണ്ട്. ഇതിന് തത്തുല്യമായിട്ടുള്ള സംഘടനകൾ ഈ മിഡിൽ ഈസ്റ്റിലുണ്ട്. ഓക്കെ. ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ഈജിപ്തിലാണ്. ഈജിപ്തിൽ കേണൽ നാസർ ഭരിക്കുന്ന സമയത്ത് അതിന് മുമ്പ് ഒരുപക്ഷെ തുടങ്ങി കാണും. മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അതെ. ഇഖ്വാൻ അൽ മുസ്ലിമീൻ എന്നാണ് അതിൻ്റെ അറബിയിലുള്ള പേര്. മുസ്ലിം ബ്രദർഹുഡ് ഏതാണ്ട് ഇതുപോലത്തെ ഒരു സംഘടനയാണ്. അവർ കേണൽ നാസറിനെ കൊല്ലാനായിട്ട് ഗൂഢാലോചന നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ഒരു വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടും. പിന്നീട് ഇതിൻ്റെ സ്ഥാപകനായ ഹസനുൽ ബന്ന എന്ന് പറഞ്ഞ ആളെ അവിടെ കൊലപ്പെടുത്തുകയൊക്കെ ചെയ്ത സംഭവമുണ്ട്. ഈ ഇസ്ലാമിക് ബ്രദർഹുഡിനെ അവർ നിരോധിച്ചു, മുസ്ലിം ബ്രദർഹുഡിനെ. അതിൻ്റെ നേതാക്കന്മാരെ ജയിലിലടച്ചു. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. അതുപോലെ സയ്യിദ് കുത്തുബ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, സയ്യിദ് കുത്തുബ്. അതെ. അദ്ദേഹം ഏതാണ്ട് ഇതേ രീതിയിലുള്ള ആദർശങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ആളാണ്. അപ്പോൾ ഇതിൻ്റെ അവാന്തര വിഭാഗങ്ങൾ ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ എല്ലായിടത്തും ഉണ്ട്. പേരുകൾ വ്യത്യാസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പ്രവർത്തന രീതി ഏതാണ്ട് ഒരുപോലെയാണ്. മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളിൽ അത് പ്രവർത്തിക്കുന്ന ഒരു രീതിയിലാണ്. അമുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ, മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിട്ടുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്നത് വേറെ രീതിയിലാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി അഥവാ ജമാഅത്തെ ഇസ്ലാമി എ ഹിന്ദ് എന്ന് പറഞ്ഞ പാർട്ടി, അവരുടെ പ്രവർത്തന രീതിയും പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന രീതി തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമാണ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന രീതി. ഇനി വേറൊരു തമാശയും കൂടി ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. തനി തമാശയല്ല, കൗതുകകരമായിട്ടുള്ളൊരു കാര്യം. കാശ്മീരിന് വേറെ ഒരു ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്. ഇപ്പോൾ കാശ്മീരിന് ഇന്ത്യയുടെ ഭാഗമായിട്ട് ജമാഅത്തെ ഇസ്ലാമി അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് കാശ്മീർ എന്നുള്ള കാര്യം അംഗീകരിക്കാത്തവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല സവിശേഷതകൾ ഇവർക്കുണ്ട്. ഇവർ ഏത് മാർഗത്തിൽ കൂടിയും ഇവിടെ ഈ ഹുക്കുമത്തെ ഇലാഹി ഉണ്ടാക്കാനായിട്ട് പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ആളുകൾ. ഇതിൻ്റെ സ്ഥാപകൻ മൗലാന അബുൽ ആല മൗദൂദി എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് അറബിക്ക് അറിയില്ലായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. പുള്ളി ഉറുദുവിലാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സാഹിത്യമൊക്കെ വന്നിട്ടുള്ളത്. അദ്ദേഹമാണ് ഇതിൻ്റെ പല സിദ്ധാന്തങ്ങളൊക്കെ എഴുതി പ്രചരിപ്പിച്ചിട്ടുള്ളത്. അത് ഈ സിദ്ധാന്തങ്ങളൊന്നും ഇവർ അധികം ആളുകളുടെ ഇടയിൽ ഷെയർ ചെയ്തിട്ടില്ല. പലതും അവർ മൂടി വച്ചിരിക്കുകയാണ്. പക്ഷേ അടിസ്ഥാനപരമായ സ്വഭാവം എന്ന് വെച്ചാൽ മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതാണ്. മതരാഷ്ട്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. പക്ഷേ നമ്മുടെ നാട്ടിൽ കാണുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ വഴക്കിനോ വക്കാടത്തിനൊന്നും പോവുകയില്ല. വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്നവരും പുഞ്ചിരിക്കുന്നവരും പലവിധ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നവരും സ്വന്തമായിട്ട് പത്രവും ടെലിവിഷൻ ചാനലുമൊക്കെ നടത്തുന്നവരുമാണ്. അപ്പോൾ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനെ നമ്മൾ ജനസാമാന്യത്തിൽ വെച്ച് കണ്ടുകഴിഞ്ഞാൽ ഇതൊരു നല്ല മനുഷ്യൻ, എത്ര മര്യാദക്കാരൻ, എത്ര ജനാധിപത്യപരമായിട്ട് എത്ര സൗമ്യമായിട്ട് പ്രതികരിക്കുന്ന ഒരാൾ എന്ന തോന്നലേ നമുക്കുണ്ടാവുള്ളൂ. പക്ഷേ ഇവൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ അതിഭയങ്കരമായ കാളകൂട വിഷമാണ്, അല്ലെങ്കിൽ പൊട്ടാസ്യം സയനൈഡ് പോലെയുള്ള വിഷമാണ് ഉള്ളത്. സാധാരണക്കാരായ മുസ്ലിങ്ങൾക്കുള്ള ഒരു സൗമ്യതയോ ശാന്തതയോ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളിലുള്ള അവരുടെ ദർശനമൊക്കെ വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷ ആളുകൾ സുന്നി മുസ്ലിങ്ങളാണ്. അവരുടെ പണ്ഡിത സഭകളുണ്ട്. ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ട്. അതിൽ തന്നെ 2 ഗ്രൂപ്പുകളുണ്ട്. സമസ്തയുടെ ഒന്ന് AP ഗ്രൂപ്പ്, മറ്റേത് EK ഗ്രൂപ്പ്. EK ഗ്രൂപ്പിൻ്റെയാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് വെച്ച് 100ാം വാർഷികം നടത്തുന്നത്. മതപണ്ഡിതന്മാരുടെ സഭയാണ്. മറ്റേ വിഭാഗമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സംഘടന. അത് ഇതിൻ്റെ വിമത സംഘടനയാണ്. അതുകൂടാതെ മുജാഹിദുകാരുണ്ട്. മുജാഹിദിൽ തന്നെ പല ഗ്രൂപ്പുകളുണ്ട്. 3 ഗ്രൂപ്പെങ്കിലും ഉണ്ട്. വിസ്ഡം ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ താത്വികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇവർ തമ്മിലുള്ളത്. AP ഗ്രൂപ്പ് EK ഗ്രൂപ്പും തമ്മിൽ ഒരു വ്യത്യാസമില്ല. നേതാക്കന്മാരുടെ പേര് മാത്രമേ വ്യത്യാസമുള്ളൂ. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്, മാണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇവരൊക്കെ താരതമ്യേന ഭരണഘടനയ്ക്ക് വിധേയമായിട്ട് അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ മതപരമായ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് മതപരമായ വിദ്യാഭ്യാസത്തിനും മതസ്വത്തുക്കളുടെ ഭരണത്തിനും അതിൻ്റെ സ്ഥാപനങ്ങളുടെ അഭിവൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ മതപണ്ഡിതന്മാരാണ്. അവർ വലിയ വലിയ വിഷയങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കുകയോ അതിനെക്കുറിച്ച് ഓർത്ത് തലപുണ്ണാക്കുകയൊന്നും ചെയ്യുന്നില്ല. മറിച്ച് ഇവരങ്ങനെയല്ല. ഇവർ സൂര്യന് താഴെയുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പഠിക്കാൻ ശ്രമിക്കുകയും അതിനെയൊക്കെ ഖുറാനികമായ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയും അവരുടെ വ്യാഖ്യാനമാണ് വിശ്വോത്തരം, ബാക്കിയുള്ളതെല്ലാം മോശമാണ് എന്ന് ഭംഗ്യന്തരേണ സമർത്ഥിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. അവർ ഇസ്ലാമിൻ്റെ ആത്യന്തികമായ മേന്മയെക്കുറിച്ചും അതിൻ്റെ സമ്പൂർണ്ണമായ വിജയത്തെക്കുറിച്ചുമൊക്കെ ഊറ്റം കൊള്ളുന്നവരാണ്. അത് അവരുടെ പ്രവർത്തകരുടെ ഇടയിലും പ്രവർത്തകരല്ലാത്ത ജനസാമാന്യത്തിൻ്റെ മേലും പല രീതിയിൽ എത്തിക്കാനായിട്ട് കുത്തിവെക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഓക്കെ. അങ്ങനെ ആത്യന്തികമായിട്ട് ഈ ഒരു ആശയത്തിന് വലിയൊരു സ്വീകാര്യത കിട്ടും. ഇത് കേൾക്കുന്നവരറിയുന്നില്ല. അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തെയാണ് പിൻപറ്റുന്നത്,
അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നറേറ്റീവാണ് ഏറ്റെടുക്കുന്നത് എന്ന് കേൾക്കുന്നവർ മനസ്സിലാക്കില്ല. മുസ്ലിം സമുദായ അംഗങ്ങൾ പ്രത്യേകിച്ചും ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം മനസ്സിലാക്കുന്നില്ല. ഇവർ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ പ്രത്യേകിച്ച് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നുകൂടി അത് അല്പം കൂടിയിരിക്കുകയാണ്. മുമ്പ് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് തന്നെ അവർ പറയുന്നത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല എന്നുള്ളതാണ്. അവിടെ നിന്നാണ് അവരുടെ പോയിൻ്റ് ആരംഭിക്കുന്നത്. അവർ വാദം ആരംഭിക്കുന്ന മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളൊക്കെ ഇവരെ പലതരത്തിൽ പീഡിപ്പിക്കുകയാണ്. അവർക്ക് ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കുകയാണ്. അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ്. അനുഷ്ഠാന സ്വാതന്ത്ര്യം നിഷേധിക്കുകയാണ്. മതപരിവർത്തനത്തിനുള്ള അവരുടെ അവകാശത്തെ പല രീതിയിലും ധ്വംസിക്കുകയാണ്. അവർക്ക് വിദ്യാഭ്യാസത്തിന് സൗകര്യം കിട്ടുന്നില്ല, അവർക്ക് സർക്കാർ ജോലി കിട്ടുന്നില്ല, അവരെ സൈന്യത്തിലെടുക്കുന്നില്ല, അവർക്ക് രാഷ്ട്രീയത്തിൽ പ്രാതിനിധ്യം കിട്ടുന്നില്ല, അവരിൽ നിന്ന് പ്രധാനമന്ത്രിയോ പ്രസിഡൻ്റോ ഒന്നും ഉണ്ടാകുന്നില്ല, കരസേനാ മേധാവി ഉണ്ടാകുന്നില്ല. ഇങ്ങനെ നിരവധി അനവധി ആവലാതികൾ ഇങ്ങനെ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് കേൾക്കുന്നവർക്ക് തോന്നി ഇതിപ്പോൾ ഇവർ പറഞ്ഞത് ശരിയാണല്ലോ, നമ്മുടെ സമുദായത്തിന് എന്തോ ഒന്നും കിട്ടാത്തത്, എന്തുകൊണ്ടാണ് എല്ലാം മറ്റുള്ളവർ കൈയടക്കുന്നത് എന്നൊരു ധാരണയിലൊക്കെ ആളുകൾ പോവുകയാണ്. ഇത് കുറേ ദിവസം കേട്ട് കഴിഞ്ഞാൽ ആർക്കും തോന്നും ഇത് ശരിയാണല്ലോ. ഇതേ സമയത്തിന് ഇവർ മറ്റ് പല നമ്പറുകളും പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവർ പുരോഗമനകാരികളായിട്ടും പരോപകാര വ്യഗ്രരായിട്ടും ഒക്കെ പ്രവർത്തിക്കും, അഭിനയിക്കുകയും ചെയ്യും. മാത്രമല്ല ഇവരൊരു വലിയൊരു അംബർല ഓർഗനൈസേഷനായിട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കും. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെയും അതുപോലെ ഹിന്ദു OBC എല്ലാം കൂട്ടിച്ചേർത്ത് സവർണ ഫാസിസത്തിനെതിരായിട്ടുള്ള ഒരു ഐക്യമുന്നണി എന്ന രീതിയിൽ പ്രവർത്തിക്കും. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, ഈ ആളുകളൊക്കെ ഇവരുടെ ഒരു കരവലയത്തിൽ ചേർത്ത് നിർത്തുക. ദളിത് മുസ്ലിം ഐക്യം ഇതൊക്കെ വെറും അഭ്യാസവും നമ്പറുമാണ്. അതിലൊക്കെ പ്രവർത്തിച്ച ആളുകൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ അംബുജാക്ഷൻ എന്ന് പറഞ്ഞ വലിയൊരു ദളിത് പ്രവർത്തകനുണ്ടായിരുന്നു. അദ്ദേഹം ഇവരുടെ ഒരു സഹകാരിയായിരുന്നു. ഇവരുടെ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ എന്തോ ഭാരവാഹിയൊക്കെ ആയിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ മുകുന്ദപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരിക്കൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്. മുകുന്ദപുരം ചാലക്കുടി ആയതിനു ശേഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഗ്യാസ് സിലിണ്ടർ അടയാളത്തിൽ ചെറിയ വോട്ട് അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. കാരണം ജമാഅത്തെ ഇസ്ലാമിക്ക് വെൽഫെയർ പാർട്ടിക്ക് പറയത്തക്ക വോട്ട് ബേസില്ല. അവരിങ്ങനെ ഒരു സ്പ്ലിൻഡർ പാർട്ടിയായിട്ട് നിൽക്കുകയാണ്. മുസ്ലിം ലീഗിനോടൊന്നും ഒരു തരത്തിലും താരതമ്യം ചെയ്യാവുന്ന ഒരു സംഘടനയോ രാഷ്ട്രീയ പാർട്ടിയോ അല്ല. അപ്പോൾ ഇതൊക്കെ വച്ച് ഇങ്ങനെ ആളുകളെ കബളിപ്പിച്ച് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ഈ മതമൗലികവാദവും മത തീവ്രവാദവും ഭംഗ്യന്തരേണ ജനങ്ങളുടെ ഇടയിൽ കുത്തിവെച്ച് മുസ്ലിങ്ങളെ അവരുടെ ഇടയിൽ മിലിറ്റൻസി വർദ്ധിപ്പിക്കുക. ഇപ്പോൾ ഈ മാധ്യമവും പത്രം സ്ഥിരമായിട്ട് വായിക്കുന്നവരും മീഡിയ 1 ചാനലിൽ സ്ഥിരമായി കാണുന്നവരും അറിയാതെ ഈ തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടരാകും. അവരുടെ ഈ തർക്കങ്ങളൊക്കെ അതുപോലെ ചർച്ചകളൊക്കെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ചെങ്കോട്ടയിൽ സ്ഫോടനം ഉണ്ടായില്ലേ? ചെങ്കോട്ടയിൽ സ്ഫോടനം ഉണ്ടായെന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവർ അടുപ്പൂട്ടി ചർച്ച ആരംഭിക്കും. അവരുടെ ചർച്ചയിൽ പറയുന്നത് ഇന്ത്യ സർക്കാരിന് വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായി, അതുകൊണ്ട് സ്ഫോടനം ഉണ്ടായി എന്നാണ്. ഒറ്റ കേൾവിൽ ശരിയല്ലേ? പട്ടാളക്കാരും പോലീസുകാരും വേണ്ടത്ര ജാഗ്രത പുലർത്താത്തതുകൊണ്ടാണ് സ്ഫോടനം ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യ പോലത്തെ രാജ്യത്ത് എന്തുമാത്രം സുരക്ഷ കൊടുക്കാൻ പറ്റും? അതിനൊക്കെ പല പരിധികളുണ്ട്. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താ? പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി നുഴഞ്ഞു കയറി വരുന്ന തീവ്രവാദികൾ അക്രമം അഴിച്ചു വിടുകയാണ്. ആദ്യം കുറ്റപ്പെടുത്തേണ്ടത് തീവ്രവാദികളെയാണോ സുരക്ഷാ പടംവരെയാണോ? തീവ്രവാദികളാണ്. പക്ഷേ ഇവർ ഒരിക്കലും തീവ്രവാദികൾ എന്തെങ്കിലും തെറ്റുമെന്ന് പറയില്ല. ഇവിടെ സുരക്ഷാ വീഴ്ച കാരണം പൊട്ടാസ് പൊട്ടുന്ന പോലെ അല്ലെങ്കിൽ ഓലപ്പടക്കം പൊട്ടുന്ന പോലെ ബോംബോ RDXോ എന്തോ പൊട്ടിത്തെറിച്ചോ, ആളുകൾക്ക് എന്തോ പറ്റി. ആ ഭാഗത്തെ പരമാവധി മയപ്പെടുത്തുകയും മറ്റേ ഭാഗത്തെ ഭയങ്കരമായിട്ട് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചയാണ്, സംസ്ഥാന സർക്കാരിൻ്റെ വീഴ്ചയാണ്, പോലീസിൻ്റെ വീഴ്ചയാണ്, പട്ടാളത്തിൻ്റെ വീഴ്ചയാണ്, സുരക്ഷാ സംവിധാനത്തിലുള്ള പാളിച്ചയാണ്, ഇൻ്റലിജൻസ് ഫെയിലിയറാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ച് അവരുടെ ഭാഗം സേഫാക്കുകയും മറ്റേ ഭാഗം അവർ നൈസായിട്ട് പൂർത്തിയെടുക്കുകയും ചെയ്യും. ഇതാണ് സാധാരണ രീതി. ഇപ്പോൾ എവിടെയും ഇതാണ് സംഭവിക്കുക. ബോംബെയിൽ ഭീകരാക്രമണം ഉണ്ടായത് ഓർമ്മയില്ല? പാകിസ്ഥാനിൽ നിന്ന് 10 പേര് തൂക്കായിട്ട് വന്ന് വെടിവെച്ചു. അതെ. ഈ വെടിവെച്ചതിൻ്റെ 2-ാം ദിവസം മാധ്യമവും പത്രത്തിൽ വന്ന വാർത്ത മുംബൈ ഭീകരാക്രമണത്തിൽ ദുരൂഹത എന്ന്. എന്താ ദുരൂഹത? ഈ പാകിസ്ഥാൻകാരായിട്ട് വന്ന ആളുകൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻകാരല്ല, അത് താടി വെച്ച RSSകാരായിരുന്നു എന്ന രീതിയിൽ. എന്നാൽ അത് തെളിച്ചു പറയും, അതും പറയില്ല. അവരാണെന്ന് സംശയിക്കാൻ കാരണങ്ങളുണ്ട് എന്ന രീതിയിലായിരിക്കും. ഇനി വേൾഡ് ട്രേഡ് സെൻറ്റർ തകർത്ത സംഭവം നോക്കുക, അതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ, ഇവരുടെ നറേറ്റീവ്സ്. ഇത് ഇസ്രായേലിൻ്റെ ഏജൻറ്റുമാർ ചെയ്താണ്, മൊസാദിൻ്റെ ഓപ്പറേഷനാണ്. അല്ലാതെ IS-ഉം ബിൻ ലാഡനും ഒന്നും ഈ വിഷയത്തിൽ അവർക്ക് നിരപരാധികളാണ് എന്നുള്ളതാണ് അവരുടെ വ്യാഖ്യാനം. അതുപോലെ ഒസാമ ബിൻ ലാഡനെ പാകിസ്ഥാനിൽ പോയിട്ട് അമേരിക്കൻ സൈനികർ കൊലപ്പെടുത്തി. അപ്പോൾ ഇവർ പറഞ്ഞു പാകിസ്ഥാൻ്റെ പരമാധികാരത്തിന് മേലെ അമേരിക്ക നടത്തിയ ഒരു വലിയ കടന്നുകയറ്റമാണ്. അത് ശരിയാണ്. പക്ഷേ പാകിസ്ഥാൻ ഈ തീവ്രവാദികളെ, ഈ ഭീകരപ്രവർത്തകനെ അവിടെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. അത് തെറ്റാണെന്ന് ഇവർ പറയില്ല.
അവരെ സംബന്ധിച്ചിടത്തോളം ഒസാമ ബിൻ ലാഡൻ എന്ന് പറഞ്ഞ ഒരു സാധാരണ മനുഷ്യൻ അബട്ടാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെറുതെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് സമാധാനമായിട്ട് ജീവിക്കുമ്പോൾ, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതിരിക്കുമ്പോൾ, പെട്ടെന്ന് അമേരിക്കക്കാർ എന്ന് പറഞ്ഞാൽ കശ്മീരന്മാർ ഗേറ്റ് ചാടിക്കിടന്ന് അല്ലെങ്കിൽ മതിൽ ചാടിക്കിടന്ന് അവിടെ ചെല്ലുകയും ഈ സാധു മനുഷ്യരെ വെടിവെച്ചു കൊല്ലുകയും അദ്ദേഹത്തിൻ്റെ മയ്യത്ത് പോലും വീട്ടുകാർക്ക് വിട്ടുകൊടുക്കാതെ ആ ബോഡി എടുത്തുകൊണ്ട് പോയി കത്തിച്ച് കടലിൽ എവിടെയോ ഒഴുക്കുകയും ചെയ്തിരിക്കുന്നു. എന്തൊരു അക്രമം! ഇതാണ് അവരുടെ സാധാരണ രീതി. ഇതൊക്കെ കേൾക്കുമ്പോൾ കുറേ ആളുകളെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കും. ഓ, അത് ശരിയാണല്ലോ, ഈ പാവപ്പെട്ടവൻ ഇങ്ങനെ ദ്രോഹിച്ചല്ലോ എന്ന ചിന്താഗതി ആളുകളുടെ ഇടയിൽ വ്യാപിക്കും. ഇതാണ് അവർ കേരളത്തിലും ഇന്ത്യ രാജ്യത്തും പൊതുവേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലേ, ഇതിപ്പോൾ പണ്ട് സ്വാതന്ത്ര്യ സമര കാലത്തും ഇന്ത്യയുടെ വിഭജന സമയത്തുമൊക്കെ തന്നെ നമുക്കറിയാം, ജോഗേന്ദ്രനാഥ് മണ്ഡൽ എന്ന ഹിന്ദു നേതാവ് പാകിസ്ഥാനൊപ്പം നിൽക്കുകയും പാകിസ്ഥാനിലേക്ക് പോവുകയും അവിടെ മന്ത്രിയാവുകയൊക്കെ ചെയ്തു. പക്ഷേ ദളിതർക്കും ഹിന്ദുക്കൾക്കുമെതിരെ വളരെ വ്യാപകമായിട്ടുള്ള പൈശാചികമായിട്ടുള്ള അക്രമങ്ങൾ അവിടെ കണ്ട് മനംനൊന്ത് ഭയപ്പെട്ട് ഇന്ത്യയിലേക്ക് തിരികെ പലായനം ചെയ്തൊരു ചരിത്രം ആ മണ്ഡലിനുണ്ട്. അത് അന്ന് നടന്ന കാര്യം. ഇപ്പോഴും അതേ രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോവുക തന്നെയാണെന്ന് തോന്നുന്നു. അവരുടെ അജണ്ട പണ്ടത്തേത് തന്നെയാണ് ഇപ്പോഴും എന്ന് തന്നെയാണെന്ന് തോന്നുന്നു, അല്ലേ സാർ? ഇപ്പോൾ ഈ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന തരത്തിലുള്ള പല പ്രചാരണങ്ങൾക്കും ഇവർ തുടക്കം കുറിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അവരുടെ അജണ്ട മൗദൂദിയുടെ കാലത്തുള്ള അതേ അജണ്ട തന്നെയാണ് പാകിസ്ഥാനിലും ഇന്ത്യയിലും കാശ്മീരിലും ബംഗ്ലാദേശിലൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാവുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് ഏതാണ്ട് 40% കൂടുതൽ ഹിന്ദുക്കളുടെ പ്രദേശമായിരുന്നു കിഴക്കൻ ബംഗാൾ. വിഭജനം കഴിഞ്ഞ ഉടനെ തന്നെ അവിടെയുള്ള ഈ കായസ്ഥരും അതുപോലെ തന്നെ ബ്രാഹ്മണരും ഒക്കെ ജീവനും കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നു. കാരണം അവർക്ക് മനസ്സിലായി ഇനി എന്താ സംഭവിക്കാൻ പോകണമെന്നുള്ളത്. അവർ ഭൂസ്വത്തുക്കളൊക്കെ വിൽക്കുകയോ അല്ലെങ്കിൽ അവിടെ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു. കച്ചവടക്കാർ കച്ചവട സ്ഥാപനം പൂട്ടി കയ്യിൽ കിട്ടിയ പണവുമായിട്ട് ഇങ്ങോട്ട് വന്നു. അല്ലെങ്കിൽ അഭിഭാഷകർ അവിടുന്ന് പ്രാക്ടീസ് നിർത്തി കൽക്കട്ടയിലേക്ക് പോകുന്നു. അവർക്കൊക്കെ പോരാ, അവരിൽ അത്യാവശ്യം സ്വത്തും പണമൊക്കെ ഉണ്ടായിരുന്നു. മറിച്ച് ഈ സാധാരണക്കാർ വെറും പാവപ്പെട്ട ആളുകൾ, പട്ടികജാതിക്കാർ, നമോ ശൂദ്രം എന്നൊക്കെ പറഞ്ഞ വിഭാഗക്കാർ അവിടെ തന്നെ തുടർന്നു. അവർ വിചാരിച്ചത് പാകിസ്ഥാനിൽ ദളിത് മുസ്ലിം ഐക്യം വളരെ ശക്തിപ്പെടും, ഇനി സവർണ സമുദായക്കാരുടെ ഉപദ്രവമില്ലാതെ നമുക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കാം എന്നാണ്. പക്ഷേ സംഭവിച്ചത് എന്താ വെച്ചാൽ അധികം താമസിക്കാതെ ഇവർ അവരുടെ തനിനിറം കാണിച്ചു. നമോ ശൂദ്രരടക്കമുള്ള ഹിന്ദുക്കൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെയാണ് ജോഗേന്ദ്രനാഥ് മണ്ഡൽ അദ്ദേഹത്തിൻ്റെ മന്ത്രി ഉദ്യോഗം രാജിവെച്ച് ഇന്ത്യയിലേക്ക് വന്നത്. അതെ, അദ്ദേഹത്തിന് മുമ്പ് തന്നെ പട്ടികജാതിക്കാരുടെ വലിയ കുടിയേറ്റം ഇന്ത്യയിലേക്കുണ്ടായി. പിന്നെയാണ് ജവഹർലാൽ നെഹ്റു ലിയാഖത്ത് അലി ഖാനുമായിട്ട് ഒരു സന്ധിയിൽ ഒപ്പിടുന്നത്, ഡൽഹി പാക്ട് എന്ന് പറയും. അതെ. പക്ഷേ അതിനുശേഷം സംഭവങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടായില്ല. അവരുടെ ഗൂണ്ടായുസം അതുപോലെ തന്നെ തുടർന്നു. അതിൻ്റെ ഒരു ആളിക്കത്തലാണ് നമ്മൾ ഈ ബംഗ്ലാദേശിൻ്റെ വിമോചന യുദ്ധകാലത്ത് കണ്ടത്. ശരിയാണ്. അന്നാണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ വിശ്വരൂപം കാണിച്ചത്. ഈ ടിക്ക ഖാൻ്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ സർച്ച് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ വലിയ സൈനിക നടപടി നടക്കുന്ന സമയത്ത് ബംഗ്ലാദേശീയവാദികളെയും ഡാക്ക യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളടക്കമുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളേക്ക് ഇവർ കൂട്ടക്കൊല ചെയ്തു. ജമാഅത്ത് ഇസ്ലാമിക്കാർ മുൻകൈയെടുത്തുനിന്ന് ചെയ്ത കാര്യമാണ്. അവർ ബംഗ്ലാദേശിൻ്റെ വിഭജനത്തിനെതിരായിരുന്നു. അവർ പാകിസ്ഥാൻ വാദികളായിരുന്നു. യഹിയ ഖാനും ടിക്ക ഖാനും ഓശാന വടിയ ആളുകളായിരുന്നു. അവർ അൽ ബദർ എന്നൊക്കെ പറഞ്ഞ ചില ഗുണ്ടാ സംഘങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് മുജീബ് റഹ്മാൻ വന്നപ്പോൾ ഇവരെ കുറേ നാൾ ഒളിവിൽ പോണ്ടായിട്ട് വന്നു. ഷെയ്ഖ് ഹസീന ഇവരെ യുദ്ധക്കുറ്റവാളികളായിട്ട് കണ്ട് വിചാരണ ചെയ്തു. ഇപ്പോൾ സമീപകാലത്ത് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയ സമരത്തിൻ്റെ പുറകിലും ജമാഅത്ത് ഇസ്ലാമിക്കാരായിരുന്നു. അവിടെയും അവർ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമാണ്. പക്ഷേ ഇതുപോലുള്ള ഗുണ്ടായുസമൊക്കെ ആസൂത്രണം ചെയ്യാനും അതിന് വേണ്ട പ്രചരണം കൊടുക്കാനും ആളുകളെ കൊണ്ട് ഇത് ചെയ്യിക്കാനും ഇവർക്ക് അസാമാന്യമായൊരു ബിരുദമുണ്ട്. പാകിസ്ഥാനിലും സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. ജനറൽ അയ്യൂബ് ഖാൻ്റെ കാലത്ത് ഈ സംഘടന നിരോധിച്ചു. മൗദൂദി അടക്കമുള്ളവരെ പിടിച്ച് അകത്താക്കി. അവിടെ അഹമ്മദിയ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. ഖാദിയാനികൾ എന്ന് പറയും. ഇവരുടെ നേതാവ് ഖാദിയാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്ന ആളാണ്, ജലന്ധറിനടുത്ത്. അവിടെ നിന്ന് അവർ ഒരു ചെറിയ ഗ്രൂപ്പാണ്. വിദ്യാഭ്യാസപരമായിട്ട് മുന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട അവസ്ഥയിലുള്ള ഒരു ചെറിയ ഗ്രൂപ്പാണ്. അവർക്കെതിരായിട്ട് ഇവർ വലിയ അക്രമങ്ങൾ അഴിച്ചു. അതിനെക്കുറിച്ചാണ് പാകിസ്ഥാനിലെ വിഖ്യാതനായ ജസ്റ്റിസ് മുനീർ അന്വേഷണം കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ വഹിച്ച വിപ്ലവകരമായ പങ്ക് എന്തായിരുന്നു എന്നുള്ളതൊക്കെ. പിന്നീട് സിയാവുൾ ഹക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്ത ഒരു ഗ്രൂപ്പ് ഇവരായിരുന്നു. ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനിൽ സജീവമാണ്, പഴയ പോലെ പ്രതാപമില്ല എന്ന് മാത്രം. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇവരുണ്ട്. ഇവരുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ മേന്മയും മറ്റ് മതങ്ങളുടെ ദൗർബല്യവുമാണ്. മറ്റ് മതക്കാരെയൊക്കെ വെറുക്കാനും കാണുന്നിടത്ത് വെച്ച് ഉപദ്രവിക്കാനുമാണ് ഇവർ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സാധനത്തിനാണ്
നമ്മുടെ സതീശന് സംഘവും കൊടുത്ത് കഴുത്ത് വെച്ച് കൊടുത്തില്ല. നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണല്ലോ ആലോചിക്കുന്നത്. അതെ അതെ അതെ. അപ്പോൾ ഇവർ ഇടക്കാലത്ത് സി പി എമ്മിനെ പിന്തുണച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അപ്പോഴും ഉം. പൂർണ്ണമായിട്ട് സി പി എമ്മിനെ പിന്തുണയ്ക്കുകയൊന്നും അല്ല ചെയ്തത്. ഉദാഹരണം പറഞ്ഞാൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉം. 2009 പാർലമെൻറ്റ് മണ്ഡല പുനർവിഭജനത്തിന് ശേഷം ഇവർ 18 മണ്ഡലങ്ങളിൽ ഉം. ആ, ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കും. 2 മണ്ഡലത്തിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കും. ഒന്ന് ഇ ടി മുഹമ്മദ് ബഷീറാണ്. ഇ ടി മുഹമ്മദ് ബഷീർ മുസ്ലിം ലീഗിനകത്ത് തന്നെ തീവ്രവാദത്തോട് ഏറ്റവും അനുഭാവം വെച്ച് പുലർത്തുന്ന ആളാണ്. തീവ്രവാദികളുടെ കണ്ണിലുണ്ടിയായ ഒരു ലീഗുകാരനാണെന്ന് ചോദിച്ചാൽ അത് കുഞ്ഞാലിക്കുട്ടിയല്ല, സാദിഖ് അലി തങ്ങളല്ല, ഇ ടി മുഹമ്മദ് ബഷീറാണ്. അതുപോലെ മറ്റേ ആൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ കണ്ണിലുണ്ടിയായിരുന്ന മറ്റൊരു നേതാവ് എന്ന് പറയുന്നത് സാക്ഷാൽ എം ഐ ഷാനവാസാണ്. ഓക്കെ. ഷാനവാസിന് പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടിയത് തന്നെ ഇവിടുത്തെ KPCC അംഗീകരിച്ചു കൊടുത്ത ലിസ്റ്റിൽ ഷാനവാസിൻ്റെ പേരുണ്ടായിരുന്നില്ല. വയനാട് സീറ്റിലേക്ക് MK രാഘവനെയും കോഴിക്കോട്ടേക്ക് ടി സിദ്ദിഖിനെയുമാണ് KPCC അംഗീകരിച്ചു കൊടുത്തത്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തലയും എല്ലാവരും കൂടി ചേർന്ന് കൊടുത്ത ലിസ്റ്റ്. അത് ഡൽഹിയിൽ പോയപ്പോൾ അഹമ്മദ് പട്ടേലിനെ സ്വാധീനിച്ച് എം ഐ ഷാനവാസ് സീറ്റ് നേടിയെടുത്തു. അഹമ്മദ് പട്ടേലിനെ സ്വാധീനിക്കാനായിട്ട് ഉപയോഗിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ അമീറിൽ നിന്ന് ഷാനവാസ് വാങ്ങിച്ച ഒരു കത്തായിരുന്നു. അപ്പോൾ ഷാനവാസ് ഇവരുടെ ഒരു സ്വന്തം ആളായിരുന്നു. ഷാനവാസിനും മുഹമ്മദ് ബഷീറിനും ഇവർ പിന്തുണ കൊടുത്തു. മറ്റ് സ്ഥലങ്ങളിലൊക്കെ LDFന് പിന്തുണ കൊടുത്തു. ഇവരുടെ പിന്തുണ LDFന് പ്രത്യേകിച്ച് ഒരു മേന്മയും ഉണ്ടായില്ല. എന്നെ LDF എന്ന് വെച്ചാൽ വേറൊരു സംവിധാനമാണല്ലോ. ഒന്നാമത് അത് ഹിന്ദു ഭൂരിപക്ഷ ഒരു സെറ്റപ്പാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടെന്ന് പറയുന്നത് നിസ്സാരമാണ്. അവർ ജനങ്ങളുടെ ഇടയിൽ ചെലുത്തുന്ന ഒരു സ്വാധീന ശക്തിയാണ് പ്രധാനം. 2004 ഇവർ മഞ്ചേരി മണ്ഡലത്തിൽ നിഷ്പക്ഷത പാലിച്ചു. കാരണം TK ഹംസയും അതുപോലെ KPM മജീദും തമ്മിലായിരുന്നു മത്സരം. രണ്ടുപേരും ഇവർക്ക് പഥ്യമായിരുന്നില്ല. അതുകൊണ്ട് നിഷ്പക്ഷത പാലിച്ചു. മറ്റ് പല മണ്ഡലങ്ങളിലും അവർ LDFനെ പിന്തുണച്ചു. ഇങ്ങനെ സാധാരണ രീതിയിൽ അവർ പൂർണ്ണമായിട്ടല്ല ഒരു സംഘടന അല്ലെങ്കിൽ ഒരു മുന്നണിയെ പിന്തുണയ്ക്കുന്നത്. അവർക്ക് താല്പര്യമുള്ള ആളുകളെ അവർ പിന്തുണയ്ക്കും. ഇവരുടെ പിന്തുണ കിട്ടലും കിട്ടാതിരിക്കണം തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഇപ്പം പോലും ഈ വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഏതെങ്കിലും ഒരു പഞ്ചായത്തിലേക്ക് ഒരു വാർഡിലേക്ക് ജയിപ്പിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ UDFന് അവർ പിന്തുണ കൊടുത്തു, UDFുമായിട്ട് സഖ്യം ഉണ്ടാക്കിയെന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ പോലും വെൽഫെയർ പാർട്ടിക്ക് സ്വന്തം സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. 5-6 ഡിവിഷനിൽ അവർ മത്സരിച്ചു. മുസ്ലിം ലീഗ് ഇവരെ കൂട്ടിയില്ല. കാരണം ഇവരൊക്കെ കൂട്ടുന്നത് മോശമാണെന്ന് മുസ്ലിം ലീഗുകാർക്കറിയാം. ഓക്കെ. പക്ഷേ അതുകൊണ്ട് ഇവരെന്ന് വെച്ചാൽ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ഇവരുടെ സ്ഥാനാർത്ഥികൾ മത്സരിച്ച 4, 5 അല്ലെങ്കിൽ 6 ഡിവിഷനുകൾ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും LDFനാണ് പിന്തുണച്ചത്. മനസ്സിലായി? ഇതൊക്കെ തന്ത്രപരമാണ്. അവർ വലിയ സിദ്ധാന്തമൊക്കെ പറയുകയും ഈ സിദ്ധാന്തത്തിന് നേർ വിപരീതമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ വാക്കിന് വ്യവസ്ഥയോ വെള്ളിയാഴ്ച ഇല്ലാത്ത ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. ഇപ്പോൾ വേറെ ഉദാഹരണം ഞാൻ പറയാം, അതിലും രസമാണ്. നമ്മൾ ഈ സാമൂഹ്യ മാധ്യമത്തിലൊക്കെ വളരെ കാര്യമായിട്ട് വന്ന ഒരു സംഗതി, തിരൂരടുത്ത് വെട്ടം പഞ്ചായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ അതെ. 10ാം വാർഡിൽ ഒരു സ്ത്രീ മത്സരിച്ചു. അവർ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സോൻസോ ഒരു സ്ത്രീയുടെ പടം കൊടുത്തിട്ട് അവർക്ക് ഇന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് ഇതിലൊക്കെ വ്യാപകമായിട്ട് പ്രചരിച്ചാണ്. ആ സ്ഥാനാർത്ഥി തോറ്റുപോയി. കാരണം അവർക്ക് ഈ LDF അപൂർവത്തിൽ അത്യപൂർവ സീറ്റുകളെ ഈ മലബാർ ഭാഗത്ത് ജയിച്ചു. അതിലൊന്ന് ഇതായിരുന്നു, വെട്ടം പഞ്ചായത്ത് 10ാം വാർഡ്. 10ാം വാർഡിലെ സ്ഥാനാർത്ഥിക്ക് വേറൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ സ്ത്രീ തട്ടോക്കിട്ടൊരു സ്ത്രീയാണ്. അവർ സംഗതി വശാൽ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനെ കല്യാണം കഴിച്ച് മുസ്ലിമായിട്ട് മതം മാറിയ ഒരു ഹിന്ദു സ്ത്രീയാണ്. അപ്പോൾ ഇവരെ പ്രധാനപ്പെട്ട പ്രചരണം എന്തായിരുന്നറിയാമോ? ഈ സ്ത്രീയെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചില്ലെങ്കിൽ ഇനി മേലിൽ ആരും ഹിന്ദു മതത്തിൽ നിന്നും മതം മാറി ഇസ്ലാമിലേക്ക് വരികയില്ല എന്നുള്ളതായിരുന്നു. മനസ്സിലായി? അപ്പോൾ കൂടുതൽ മതം മാറ്റം പ്രോത്സാഹിപ്പിക്കാനും ഹിന്ദു സ്ത്രീകൾ ഒരുപാട് പേര് ഇനി ഇസ്ലാമിലേക്ക് വരാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഞമ്മൻ്റെ സ്ഥാനാർത്ഥിയെ ഈ വെൽഫെയർ പാർട്ടി സ്പോൺസർ ചെയ്തിട്ടുള്ള സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അവിടെയുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും ഈ പ്രചരണത്തിൽ വീടില്ല എന്ന് മാത്രമല്ല ഇതിനെ എതിർത്ത് മുന്നണിക്കകത്ത് നിൽക്കുമ്പോൾ തന്നെ ഈ വെട്ടം പഞ്ചായത്ത് 10ാം വാർഡിൽ ഈ വനിതാ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ആരും അറിയുന്നില്ല, ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ UDFന് വേണ്ടി പ്രചാരവേല നടത്തുന്നത് ഏറ്റവും അധികം നടത്തുന്നവരാണ് മീഡിയ 1 ചാനലും മാധ്യമവും പത്രവുമാണ്. അവർ പിണറായി വിജയനെക്കുറിച്ചും അതുപോലെ CPMനെ കുറിച്ചും ഒക്കെ വലിയ ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യായമായിട്ട് തന്നെ തോക്കാനുള്ള സംവിധാനമൊക്കെ LDFൻ്റെ കയ്യിലുണ്ട്. ഭരണത്തിൻ്റെ ഗുണം കൊണ്ടും നവകേരള സദസ്സ് നടത്തിയതുകൊണ്ടും ലോക കേരള സഭ നടത്തുന്നത് കൊണ്ടും മന്ത്രിമാരുടെ കഴിവുകളോടൊക്കെ LDF തോക്കാം. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിക്കാരായ ഉത്തരം താങ്ങുന്ന പള്ളികളുടെ പേര് ഇവർ താങ്ങുന്നതുകൊണ്ടാണ് ഉത്തരം നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവർ പുതിയ പുതിയ ഡിമാൻഡുകളുമായിട്ട് വരും. അപ്പോൾ സതീശന് സംഘവും ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കേണ്ടതായിട്ടും വരും. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇപ്പോൾ ഇവരാരെ പിന്തുണച്ചാൽ എന്താ, പിന്തുണച്ചില്ലെങ്കിൽ എന്താ? അവരുടെ വോട്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ
മൊത്തം ജനസംഖ്യയുടെ ഒരു 0.005% പോലും ഉണ്ടാവില്ല. ഇവരെ വമ്പിച്ച വിപ്ലവകരമായ പിന്തുണ കൊണ്ട് ഏത് മുന്നണിക്കായാലും അതൊരു ബാധ്യതയാണ്. ഇപ്പോൾ യു ഡി എഫിൻ്റെ തന്നെ സെക്കുലർ മതേതരമായ പ്രതിച്ഛായയ്ക്ക് മങ്ങലുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇവരുടെ പിന്തുണ. ഇവർ 5 വോട്ട് കൊണ്ടുവന്നാൽ 50 വോട്ട് കൊണ്ടുപോകും. കൊണ്ടുപോകുന്നു വെച്ചാൽ എതിർവാദം കൊണ്ടുപോകും. അതെ. ഇനി ഇവരുമായിട്ട് സഖ്യം ചേർന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് കിട്ടാവുന്ന വോട്ടുകൾ പോകുകയല്ലാതെ കൂടുതലായിട്ട് കിട്ടാൻ പോകുന്നില്ല. അതിലേക്കാണ് ഞാൻ ഇത് വന്നത്. അതിലേക്ക് ആത്യന്തികമായിട്ട് ആരെ സഹായിക്കും? അതാണ്. ആത്യന്തികമായിട്ട് ആരെ സഹായിക്കും? അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആത്യന്തികമായിട്ട് ഇത് BJPയെ സഹായിക്കും. അങ്ങനെയല്ലേ? അതെ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വെൽഫെയർ പാർട്ടിക്കാർ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇവിടെ ഹുക്കുമത്തെ ഇലാഹി അവർ വിചാരിച്ച് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, കേരളം തീവ്രവാദികളുടെ മതമൗലികവാദികളുടെ ഒരു കേദാരമാണ് എന്ന BJPയുടെ നറേറ്റീവ് ഓർമ്മയില്ല. യോഗി ആദിത്യനാഥ് പറഞ്ഞ ഓർമ്മയില്ല? UP-യിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ദിവസം ഉത്തർപ്രദേശ് കാശ്മീരോ ബംഗാളോ കേരളമോ പോലെ ആകാതിരിക്കാൻ ഞങ്ങൾ കൂട്ടിയ എന്നാണ്. അപ്പോൾ ഈ കേരളത്തിലെ നവോത്ഥാനവാദികളൊക്കെ ഇത് കേട്ട് പൊട്ടിത്തെറിച്ചു. കേരളം എത്ര പുരോഗമിച്ച സ്ഥലമാണ്, ഉത്തർപ്രദേശ് എത്ര പ്രാകൃതമായ സംസ്ഥാനമാണ്, അതുപോലെ ആകാൻ ഒരിക്കലും നിങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഉദ്ദേശം എന്താണെന്നുള്ളത് ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് മനസ്സിലായി. അതായത് തീവ്രവാദികളുടെ ഒരു വിഹാര രംഗമായിട്ട് അല്ലെങ്കിൽ കലാപഭൂമിയായിട്ട് ഉത്തർപ്രദേശ് മാറാതിരിക്കാൻ, ഈ ജിഹാദികളിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങൾ കൂട്ടിയിരുന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത്. അത് ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി പിന്നെയും അധികാരത്തിൽ വന്നത്. അതെ. അപ്പോൾ ഇത് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന് തന്നെ വലിയ ദോഷം ചെയ്യും. കോൺഗ്രസ് നേതാക്കന്മാർക്ക് അവരുടെ മൂക്കിനപ്പുറമുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല. അല്ല, അതാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണക്ക് വരെ ചാലക്കുടിയിൽ മത്സരിച്ചെങ്കിൽ 2019 കോൺഗ്രസ് ഇത്ര വലിയ പരാജയം ഉണ്ടാവില്ല. പക്ഷെ പുള്ളിക്ക് ബുദ്ധി ഉപദേശിക്കുന്ന ആളുകളുടെ ബുദ്ധി ശരീരത്തിൻ്റെ വേറെ തെറ്റായ ഏതോ ഭാഗത്തിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം വയനാട്ടിൽ പോയി മത്സരിച്ചു. അദ്ദേഹത്തിന് തൃശ്ശൂർ മത്സരിക്കാം, ചാലക്കുടിയിൽ മത്സരിക്കാം, എറണാകുളത്ത് മത്സരിക്കാം, ഇല്ലേ? തിരുവനന്തപുരത്തോ കൊല്ലത്തോ മത്സരിക്കാം, കോഴിക്കോട്ടോ കണ്ണൂരോ മത്സരിക്കാം. എവിടെ മത്സരിച്ചാലും രാഹുൽ ഗാന്ധി ജയിക്കൂടി ആവശ്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബുദ്ധി വൈഭവം കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബുദ്ധി ഉപദേശിക്കുന്ന ആളുകളുടെ വൈഭവം കൊണ്ട് അദ്ദേഹം വയനാട്ടിൽ പോയി മത്സരിച്ചു. അതിന് പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വന്നു. ഇതാണ് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവാത്ത കാര്യം. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ 10, 11 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇവരുമായിട്ട് സഖ്യം ചേരുമോ? ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ LDF സഖ്യം ചെയ്തു. LDFന് ഇവരുമായിട്ട് സഖ്യം ചേർന്നാലും ചേർന്നില്ലെങ്കിലും പ്രത്യേകിച്ച് പതിത്വമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. LDF ആണ്. UDF അങ്ങനെയല്ല. UDF അല്ലെങ്കിൽ തന്നെ ഒരു ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ സംവിധാനമാണ്. അതിന് തീവ്രവാദത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രവാദത്തിൻ്റെ മതമൗലികവാദത്തിൻ്റെ ഒരു പുതിയ മേലങ്കി കൂടി അണിയിക്കുകയാണ് വെൽഫെയർ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി. അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നാണ് പ്രിയപ്പെട്ട സതീശൻ പറയുന്നത്. അതെ. പുള്ളിക്ക് അതിൻ്റെ പുള്ളി വായിക്കാൻ പറ്റുമോ? വരയും പുലിക്ക് അതിൻ്റെ വര വായിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ശരിയാണ്. ഇനി വര മാറ്റാലും പുള്ളി മാറ്റാലും ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് മത തീവ്രവാദം ഉപേക്ഷിക്കാൻ പറ്റില്ല. മത തീവ്രവാദം ഇല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇല്ല. ജമാഅത്തെ ഇസ്ലാമി അല്ലാതെ വേറെ എന്തെങ്കിലുമായിട്ട് മാറും. അങ്ങനെ സംഭവിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ സതീശൻ, ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞ തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിയുന്നത്. പക്ഷേ തീക്കൊള്ളി കൊണ്ട് ചൊറിയുമ്പോൾ തലയല്ല പോകുന്നത്, വെടിമരുന്നാണ് അതിനകത്തിരിക്കുന്നത്. ആ ബോധം അദ്ദേഹത്തിനുണ്ടായത് നന്നായിരിക്കും. അല്ല സർ, ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. അതായത് ഇത്തരത്തിൽ ഒരു അപകടകാരികളായ ഒരു ഗ്രൂപ്പ്, അവർക്ക് വലിയ വോട്ടിൻ്റെ ബാങ്കൊന്നും ഇല്ല, എന്നിട്ടും ഇവരുടെ പിന്തുണ തള്ളിപ്പറയുവാൻ ഇപ്പോഴത്തെ ലീഗ് നേതൃത്വം തയ്യാറാകുന്നില്ല. പണ്ടാണെങ്കിൽ ലീഗ് ഇത്തരത്തിലുള്ള തീവ്ര ഗ്രൂപ്പുകളുടെ പിന്തുണ തള്ളിപ്പറയാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവരത് ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നത് സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ അവർക്ക് ദോഷം തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ടും ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്തത്രയും മണ്ടന്മാരൊന്നും അല്ല. എന്നിട്ടും അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ വലിയ തിരിച്ചടികളുണ്ടായി കഴിയുമ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വത്തിൻ്റെ ആ ചിന്താശക്തി അത് നഷ്ടപ്പെടും. അതിന് ഞാൻ നേരത്തേലത്തൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ 2006 തെരഞ്ഞെടുപ്പിലാണ് ലീഗിന് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത്. കേരള നിയമസഭയിലേക്ക് കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി തോറ്റു, തിരൂർ മുഹമ്മദ് ബഷീർ തോറ്റു, അത് കഴിഞ്ഞ് മങ്കടയിൽ മുനീർ തോറ്റു, പെരിന്തൽമണ്ണയിൽ സൂപ്പി മത്സരിച്ചില്ല, എന്നാലും ആ സീറ്റ് നഷ്ടപ്പെട്ടു. അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ അംഗബലം 7 കുറഞ്ഞു. വലിയൊരു തിരിച്ചടിയാണ്. ആ തിരിച്ചടി കഴിഞ്ഞ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിന് മൊത്തത്തിൽ വലിയ നിരാശയുണ്ടായി. അപ്പോൾ അവരെന്ന് ചോദിച്ചാൽ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് സഖ്യം ചെയ്തു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നിങ്ങൾ ഏഷ്യാനെറ്റിലോ മറ്റോ ഉള്ള വിഷ്വൽസ് പരിശോധിച്ചാൽ കാണാം.
അതെ. മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് ഇ അഹമ്മദ് ജയിച്ച ആ വിജയാഘോഷത്തിൽ മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാകയേക്കാൾ കൂടുതൽ SDP-യുടെ കൊടികളായിരുന്നു. അതെ അതെ അതെ. 3 പേരും കൂടി ഒരുമിച്ചിട്ടാണ് ഈ ആഹ്ലാദ പ്രകടനം നടത്തിയത്. അപ്പോൾ സംഗതിയുടെ കിടപ്പോശം മനസ്സിലായില്ലേ. ഉം, ഉം. മാത്രമല്ല എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു കാര്യം കൂടി പറയാം. പൊന്നാനി മണ്ഡലത്തിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയുടെ പിന്തുണ അബ്ദുൽ നാസർ മദനി മത്സരിപ്പിച്ച ഹുസൈൻ രണ്ടത്താണി എന്ന് പറഞ്ഞ കോളേജ് അധ്യാപകനാണ്. അവിടെ ഡോക്ടർ MK മുനീറിനെ മത്സരിപ്പിക്കാനാണ് ലീഗ് പാർട്ടി താല്പര്യപ്പെട്ടത്. പക്ഷേ ആ സമയത്ത് പോപ്പുലർ ഫ്രണ്ടുകാർ പറഞ്ഞു MK മുനീർ കൊള്ളരാത്തവരാണ്, അയാൾ തീവ്രവാദത്തോട് ആനുകൂല്യമില്ലാത്തതാണ്, അയാളെ മത്സരിപ്പിച്ചാൽ ഞങ്ങൾ എതിര് കൂട്ടി മറ്റയാളെ ജയിപ്പിക്കും. അപ്പോൾ ലീഗ് നേതാക്കൾ ഭയപ്പെടുകയും അവിടെ തീവ്രവാദികൾക്ക് എന്താണ് അഭികാമ്യനായ മുഹമ്മദ് ബഷീറിനെ സ്ഥാനാർത്ഥിയാക്കി വെച്ചു. മുഹമ്മദ് ബഷീറിന് വേണ്ടി അവർ ശക്തമായിട്ട് പ്രവർത്തിക്കുക, അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നുണ്ട്. 75,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് ലീഗിനുണ്ട്. ലീഗിനൊരു തിരിച്ചടി ഉണ്ടായി കഴിയുമ്പോൾ അവർ തീവ്രവാദിയാണോ മിതവാദിയാണോ മതരാഷ്ട്രവാദിയാണോ ഒന്നും നോക്കില്ല, എങ്ങനെയെങ്കിലും പിടിച്ച് കയറാനാണ് നോക്കുക. 2009 തെരഞ്ഞെടുപ്പ് അതിന് ശേഷമാണ് ഈ അധ്യാപകൻ്റെ കൈവെട്ടിയ സംഭവം ഉണ്ടായത്. കൈവെട്ടി കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഈ രീതിയിൽ പോയ സംഗതി കുഴപ്പം. ഉടനെ തന്നെ അവർ വലിയ കോട്ടക്കൽ വലിയ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടിനെ തള്ളിപ്പറഞ്ഞു. 2011 അവർക്ക് അധികാരം കിട്ടി. അധികാരം കിട്ടിയപ്പോൾ അവർ വീണ്ടും സാധാരണ രീതിയിൽ തന്നെ ഭരിച്ചു. കഴിയാവുന്ന സാധ്യതയ്ക്ക് ഇവർ ചെറിയ രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? 2016 അവർക്ക് തിരിച്ചടിയുണ്ട് നിയമസഭയിൽ. 5 കൊല്ലം അധികാരത്തിന് പുറത്തായിരുന്നു. അപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല, 5 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരാമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ 2021 എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ വീണ്ടും പരാജയമുണ്ട്. അപ്പോൾ 10 കൊല്ലമായിട്ട് പാർട്ടി അധികാരമില്ലാതെ ഉണങ്ങി വരണ്ട ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണെന്ന് മാത്രമല്ല, ഈ ലീഗിൻ്റെ മുസ്ലിം വോട്ട് ബാങ്കിൽ കാര്യമായി ചോർച്ചയുണ്ടായി. മലപ്പുറം ജില്ലയിലടക്കം. മലപ്പുറം ജില്ലയിൽ ഭൂരിപക്ഷം കുറയുകയും ചെയ്തു. പെരിന്തൽമണ്ണ പോലുള്ള സീറ്റിലൊക്കെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് ചെയ്തത്. അതെ. മലപ്പുറം ജില്ലയ്ക്ക് പുറത്ത് എല്ലാ സ്ഥലത്തും മുസ്ലിം ലീഗിന് പഴയ ശക്തിയൊന്നുമില്ലെന്ന് മനസ്സിലായി. ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് അവർ തോറ്റു. കൊല്ലം ജില്ലയിൽ അവർ മത്സരിച്ച പുനലൂർ സീറ്റ് അവർ തോറ്റു. എറണാകുളം ജില്ലയിൽ അവരുടെ കൈവശം എത്രയോ കൊല്ലമായിട്ടിരുന്ന കളമശ്ശേരി സീറ്റ് നഷ്ടപ്പെട്ടു. അങ്ങനെ ഈ മലപ്പുറത്തിന് തെക്ക് അല്ലെങ്കിൽ പാലക്കാട് ജില്ലയ്ക്ക് തെക്ക് മുസ്ലിം ലീഗിന് ഒരു MLA പോലും ഇല്ലാത്ത അവസ്ഥ വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അവരിപ്പോൾ നിലനിൽപ്പിന് വേണ്ടി കാണുന്ന ഏത് കച്ചിത്തുരുമ്പിലും കയറി പിടിക്കുകയാണ്. മുസ്ലിം ലീഗിന് യഥാർത്ഥത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പിന്തുണ ആവശ്യമില്ല, ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ആവശ്യമില്ല. പക്ഷേ അവർ വിചാരിക്കുന്നത് അവർ വലിയ കുഴപ്പത്തിലാണ്, അവരുടെ നിലനിൽപ്പ് വെള്ളത്തിലായിരിക്കണം. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ അവരുടെ മാധ്യമം പത്രത്തിൻ്റെ ഈ മീഡിയ വൺ ചാനലിൻ്റെയൊക്കെ ഒരു വലിയ ആശയപരമായ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പിന്തുണ കിട്ടുകയാണെങ്കിൽ മുസ്ലിങ്ങളെല്ലാവരും ക്യൂ നിന്ന് നമ്മുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യും, നമ്മൾ ജയിപ്പിക്കും. ഈ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇല്ലയോ, അതിൽ ഈ രാജ്യത്ത് തന്നെ പൊതുവേ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ ഇടയിൽ ഒരു വലിയൊരു ആശങ്കയുണ്ട്. അതെന്താ വെച്ചാൽ ഈ നരേന്ദ്രമോദിയുടെ ഭരണം ഇപ്പോൾ 3ാമത്തെ ടേമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2014 തൊട്ട് ഭരിക്കണം. 2014 ജയിച്ചു, അത് പിന്നെ ആൻറ്റി ഇൻകംബൻസി ജയിക്കുക. 2019 പോസിറ്റീവ് വോട്ട് കിട്ടി ജയിച്ചു. 2019 കഴിഞ്ഞ് വീണ്ടും 24 അവരുടെ ഭൂരിപക്ഷം കുറഞ്ഞല്ലാതെ ഭരണത്തിൽ നിന്ന് പോയില്ല. അപ്പോഴും ഇവർ വിചാരിച്ചത് ഇനിയിപ്പോൾ തെലുങ്ക് ദേശവും അതുപോലെ മറ്റേ നമ്മുടെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയൊക്കെ പിന്തുണ പിൻവലിക്കും, അപ്പോൾ സർക്കാർ പോകുന്നു. പക്ഷേ അതും സംഭവിച്ചില്ല. അവരുടെ മൈത്രിയും ഐക്യവും സഖ്യവും ഒക്കെ കൂടുതൽ ശക്തിപ്പെടുകയാണ്. മാത്രമല്ല പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJP-യാണ് ജയിക്കുന്നത്. ഹരിയാനയിൽ ജയിക്കുന്നു, മഹാരാഷ്ട്രയിൽ ജയിക്കുന്നു, അതുപോലെ UP-യിൽ ഇതുപോലുള്ള സംസ്ഥാനങ്ങളിൽ ഒക്കെ അവർ വീണ്ടും വെന്നിക്കൂടി പറിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എന്ത് വിശ്വാസത്തിലാണ്, എന്ത് ധൈര്യത്തിലാണ് അവർ മുന്നോട്ട് പോകുക? അപ്പോൾ മാത്രമല്ല കേന്ദ്രത്തിലൊരു സഹമന്ത്രിയെ പോലും മുസ്ലിം സമുദായത്തിൽ നിന്ന് എടുത്തിട്ടില്ല. അപ്പോൾ ഇവർ ആകെ ആശയക്കുഴപ്പത്തിലാണ്, വലിയ നിരാശതയിലാണ്. അപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രചാരണം ഒരു പരിധി വരെ അത് യേശും, അത് ഫലവത്താവും. മാത്രമല്ല UDF ഭരിക്കുമ്പോൾ മുസ്ലിം ലീഗിനും മുസ്ലിം സമുദായത്തിനുള്ളൊരു വലിയ മേൽക്കൈ ഉണ്ടല്ലോ, അത് ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് കിട്ടുകയില്ലല്ലോ. അപ്പോൾ മന്ത്രി എന്ന് പറയാനായിട്ട് ആകെ പിണറായി വിജയൻ്റെ മോളം കെട്ടിയ ഒരു റിയാസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ചീള് വകുപ്പുകളാണ്. ഇല്ലേ, V അബ്ദുറഹ്മാൻ സ്പോർട്സ് വകുപ്പ്. നമ്മുടെ ഇദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ ആര് ഇന്ത്യൻ നാഷണൽ ലീഗിൻ്റെ അനിഷേധ്യ നേതാവ് ദേബർ ഗോവിലുണ്ടായിരുന്നപ്പോൾ പുള്ളിക്ക് തുറമുഖ വകുപ്പ്, അങ്ങനെയൊക്കെ വളരെ ചീള് വകുപ്പുകളാണ് ഉണ്ടായിരുന്നത്.
നേരെ മറിച്ച് ലീഗ് ഭരിക്കുമ്പോൾ അങ്ങനെയല്ലോ. പൊതുമരാമത്ത് വകുപ്പ്, വ്യവസായ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, അങ്ങനെ വിദ്യാഭ്യാസം. നിരവധി അനവധി വലിയ വലിയ ചക്കത്തുണ്ടങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. 10 കൊല്ലമായിട്ട് അധികാരമില്ല. അത് പാർട്ടിയെ ബാധിച്ചിട്ടുണ്ട്, സമുദായത്തെ ഒരു പരിധിവരെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വീണ്ടെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഷാജി പറഞ്ഞ പോലെ മതമാണ് 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 പ്രശ്നം. 10 കൊല്ലത്തെ നഷ്ടം നികത്തണം. അതിന് വേറെ എന്താ മാർഗമുള്ളത്? പറഞ്ഞു മനസ്സിലായില്ല. 10 കൊല്ലത്തെ നഷ്ടം എന്ന് ഞാൻ പറഞ്ഞത് ഈ നഷ്ടം ഇങ്ങനെ സിംഗിൾ ഇൻവെർട്ടർ കോമയിൽ ഇട്ടിട്ടാണ്. ഓക്കെ. നഷ്ടം നികത്തുന്ന രീതി എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാൻ. അതെ 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 ആ 10 കൊല്ലത്തെ നഷ്ടം ഒരു 5 കൊല്ലം കൂടെ നികത്തും. അതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ പറയാൻ തുടങ്ങി ഈ ചർച്ച തീരില്ല. നമുക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. അല്ലേ അല്ല സാർ, ഞാൻ ചോദിച്ചോട്ടെ ഒരു ചോദ്യം കൂടി. അതായത് ഈ ചർച്ച ഇങ്ങനെ തുടർന്നുകൊണ്ട് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഇത് ഇടതുപക്ഷത്തിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവില്ല. അവർക്ക് ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും UDF അത് വലിയ രീതിയിൽ തിരിച്ചടിയാവുകയും ചെയ്യില്ലേ? സാധാരണഗതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അത് ജനങ്ങളിലെ ഈ വിഷയം എന്തുമാത്രം യേശും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമി ഒന്നും അല്ലല്ലോ ജനങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്നാണ്. സർക്കാരിൻ്റെ ഭരണപരാജയമാണ്, കെടുകാര്യസ്ഥതയാണ്, അഴിമതിയാണ്, മന്ത്രിമാരുടെ പിടിപ്പില്ലായ്മയാണ്, ശബരിമല സ്വർണ്ണക്കുള്ള പോലെയുള്ള വിഷയങ്ങൾ. അത് നിൽക്കുമ്പോൾ ആരെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ആലോചിക്കും. പിന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് ഇപ്പോഴും ശരിക്കും മനസ്സിലായിട്ടില്ല. അവിടെ ജാതി മത ഭേദമന്യേ ജനങ്ങൾ UDF അനുകൂലമായിട്ട് വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ഈ UDF വോട്ട് ചെയ്യാൻ വിഷമമുള്ള ആളുകൾ BJP വോട്ട് ചെയ്യും. അവരാരും തന്നെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വലിയ ഭീഷണിയാണ്, UDF വോട്ട് ചെയ്താൽ നമ്മൾ നമ്മുടെ കുഴി കുഴിക്കുന്നതിന് തുല്യമാണെന്ന് ബോധ്യമുള്ള ആളുകൾ ആർക്ക് വോട്ട് ചെയ്യും? LDF അല്ല വോട്ട് ചെയ്യുക, BJPക്ക് വോട്ട് ചെയ്യും. അപ്പോൾ ആത്യന്തികമായിട്ട് ആർക്കായിരിക്കും ഗുണം കിട്ടുക? അത് ശരിയാണ്. UDF ഇങ്ങനെ മാത്രമല്ല, അതിൽ വലിയൊരു പ്രശ്നം കൂടി ഉണ്ട്. കേരളത്തിലെ ഹിന്ദുക്കൾ പൊതുവേ, പ്രത്യേകിച്ച് പിന്നോക്ക സമുദായക്കാർ, ഗണ്യമായ തോതിൽ CPMകാരാണ്. CPM പോലൊരു പാർട്ടി ദുർബലമായാൽ അതിൻ്റെ ഗുണം ആർക്ക് കിട്ടും എന്നാലോചിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇവർ ആരുടെ കുഴിയാണ് കുഴിക്കുന്നത്? അതെ. ഇപ്പോൾ ഇവിടെ നിന്ന് 5 or 10 ജമാഅത്തെ ഇസ്ലാമിക്കാർ ഉറക്കെ പാലസ്തീൻ അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ചാൽ നരേന്ദ്രമോദിയുടെ സർക്കാർ താഴെ പോകും എന്ന് ലിയോയ്ക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല. എന്ന് മാത്രമല്ല, അവരുടെ തിരിച്ചടി ഏത് രീതിയിലായിരിക്കും നമുക്കറിയാം. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്ത് വെച്ചോടാന്ന് മുദ്രാവാക്യം വിളിച്ചവർക്കും അവരുടെ പാർട്ടിക്കാർക്കും എന്ത് സംഭവിച്ചു? അതിൽ എത്ര നേതാക്കന്മാർ ഇപ്പോൾ എത്രയോ കാലമായിട്ട് സൂര്യപ്രകാശം കാണാതെ കാരാഗൃഹത്തിൽ കഴിയുന്നുണ്ട്, തിഹാർ ജയിലിലുണ്ട് ഇല്ലേ? ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ ഷർജിൽ ഇമാം എന്നൊക്കെ പറഞ്ഞ് വിപ്ലവകാരികൾക്ക് എന്ത് സംഭവിച്ചു? എത്രയോ കൊല്ലമായിട്ട് വിചാരണ തടവുകാരായിട്ട് കഴിയുക. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ മനസ്സിലാകാണ്ടല്ല, ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് തന്നെ അവർ കുഴി കുഴിക്കുന്നത് സ്വന്തം സമുദായത്തിനാണ്. അതെ അതെ അതിലെ ചെറുപ്പക്കാരുടെയാണ്. ഇവരുടെ ഈ ഇതൊക്കെ കണ്ട് തീവ്രവാദികളായിട്ട് പോകുന്ന ആളുകൾ അവരുടെ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും എന്ന് ഇവർ ആലോചിച്ച് നോക്കിയാൽ മതി. ശരിയാണ്. എന്തായാലും ജമാഅത്തെ ഇസ്ലാമി എന്താണ്, അവരുടെ അജണ്ട എന്താണ്, അവരുടെ ചരിത്രം എന്താണ്, അവരുടെ ലക്ഷ്യം എന്താണ്, ഈ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയാക്കാൻ ശ്രമിക്കുകയാണ് ഇടതുപക്ഷം. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഭരണപരാജയം അവർക്ക് തന്നെ വലിയൊരു കടമ്പയായി, വലിയൊരു വെല്ലുവിളി തീർത്ത് മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എന്തായാലും UDF ഗുണം അധികം ചെയ്യില്ല, ദോഷം മാത്രമായിരിക്കും എന്നുള്ളതും നിരീക്ഷകർ ഒരേ സ്വരത്തിൽ പറയുകയാണ്. ഇവിടെയാണ് VD സതീശൻ്റെ ബുദ്ധി എവിടെ പോയി എന്ന ചോദ്യം ഉയരുന്നത്. എല്ലാവരെയും ചൊൽപ്പടിക്ക് നിർത്തുന്ന കർക്കശക്കാരനായ VD സതീശൻ എന്തുകൊണ്ട് ഇത് കാണാതെ പോകുന്നു എന്നുള്ളതാണ് വളരെ പ്രസക്തമായ ചോദ്യം. കാത്തിരുന്ന് കാണാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം സതീശൻ എങ്ങനെ നൽകുന്നു. ജമാഅത്തെ ഇസ്ലാമി ജനങ്ങൾക്കിടയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു, അതല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ യാഥാർത്ഥ്യം ജനങ്ങൾ എത്രത്തോളം ഉൾക്കൊള്ളുന്നു എന്ന്. ഇതിനിടയിൽ BJP ഇതിൽ നിന്നും എത്രത്തോളം വോട്ട് നേടി നേട്ടമുണ്ടാക്കുന്നു. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.